بسم الله الرحمن الرحيم من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദു ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, സൂറ നിസായിലെ 80-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്താഅത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് ഇത്താഅത്തുള്ള, മറ്റൊന്ന് ഇത്താഅത്തുർ റസൂൽ, അള്ളാഹുവിനുള്ള അനുസരണം, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ തിരുദൂതനുള്ള അനുസരണം. വമൻ യുതിഇർ റസൂല, വല്ലവനും റസൂലിനെ അനുസരിച്ചാൽ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുകയാണെങ്കിൽ ഫഖദ്, അപ്പോൾ തീർച്ചയായും അവൻ അതാ അല്ലാഹ്, ആരെയാണ് അനുസരിച്ചത്? അള്ളാഹുവിനെയാകുന്നു അത് മുഖേന അനുസരിച്ചത് എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് എന്ന രീതിയിലാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മോട് നിർദ്ദേശിക്കുമ്പോൾ നമ്മൾ അത് അനുസരിക്കുന്നതും അത് അംഗീകരിക്കുന്നതും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതും. ഈ കാര്യങ്ങളാണ് ശരിക്ക് ദീനിയായ കാര്യങ്ങൾ, അൽ ഉമൂറു ദീനിയ. അള്ളാഹു വഹി നൽകിക്കൊണ്ട് മതം എന്ന നിലക്ക് പ്രവാചകന് നൽകുന്ന സന്ദേശം, അത് പ്രവാചകൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, പഠിപ്പിച്ചു തന്നാൽ, അത് നിങ്ങളെ ഉത്ബോധിപ്പിച്ചാൽ അത് അനുസരിക്കേണ്ട, അംഗീകരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട, അത് ജീവിതത്തിൽ ആവിഷ്കരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. അതാണ് ഇത്താഅത്ത്. അപ്പോൾ റസൂലിൻ്റെ ഇത്താഅത്ത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത് എന്ന രീതിയിലാണ്. ദീനിൻ്റെ ഒരു കാര്യം നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണെങ്കിൽ, കൽപ്പിക്കുകയാണെങ്കിൽ അത് വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. റസൂലിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാകുമോ? ഇല്ല. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടത്തിനനുസരിച്ചല്ല കാര്യങ്ങൾ പറയുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതാണ് വഹീ. ആരിൽ നിന്നാണ്? മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. അതുകൊണ്ടാണ് മൻ യുതിഇർ റസൂൽ, വല്ലവനും റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ വന്ന ആരെയാണ് അനുസരിച്ചത്? ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ
അനുസരിക്കുക കൂടിയാണ് ചെയ്യുന്നത് എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നമുക്ക് എത്തിച്ചു തരുവാനുള്ള ഒരു മീഡിയേറ്ററാണ് ആര്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ് മനുഷ്യന്മാരോട് നേരിട്ട് സംസാരിക്കൂല കേട്ടോ. എല്ലാ മനുഷ്യർക്കും അള്ളാഹു ഈ സന്ദേശം എത്തിച്ചു കൊടുക്കാനുള്ള വഴിയായിക്കൊണ്ടാണ് ദൂതന്മാരെ അവരിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത് അള്ളാഹു നിയോഗിക്കുന്നത്. അള്ളാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റുസുലുകളെ, ദൂതന്മാരെ മനുഷ്യന്മാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു, മലക്കുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതാത് കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ, ഓരോരോ സമൂഹത്തിൽ നിന്ന് അള്ളാഹു അവരെ പ്രത്യേകം തിരഞ്ഞെടുത്താണ് നിയോഗിക്കുന്നത്. അവർക്കാണ് അള്ളാഹു വഹി കൊടുക്കുന്നത്. അങ്ങനെയാണ് അള്ളാഹ് സംസാരിക്കുക. എന്നാൽ വഹി എന്ന് പറഞ്ഞാൽ തേനീച്ചക്ക് വഹീനെ കൊടുത്തതിനെ പറ്റി ഖുർആൻ പറഞ്ഞിരുന്നു. വഹയൂഹി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ വഹി അമ്പിയാക്കൾക്ക് കൊടുക്കുന്നത് എന്തായിരിക്കും? ഓരോ സമൂഹത്തിനും കിട്ടേണ്ട നിർദ്ദേശങ്ങളായിരിക്കും. സമൂഹം ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള വഹിയാണ് പഠിച്ചോൻ കൊടുക്കുക. നൂഹ് ആദം നബി അലൈഹി സ്വലാമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഒരു ജീവിത സാഹചര്യം ചുറ്റുപാടും അല്ല എന്നുള്ള ആണോ? അന്നത്തെ സമൂഹം തന്നെ വേറെയാണ്, അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, അവരുടെ ജീവിത ശൈലികളും രീതികളും വ്യത്യസ്തമാണ്. ഇന്നൊക്കെയുള്ള വീടും സൗകര്യങ്ങളും നോക്കൂ. ആദം നബിൻ്റെ കാലത്ത് എ സി ഉണ്ടോ? ഇപ്പം എല്ലാവർക്കും എന്ത് വേണം? ചൂടായാൽ എ സി വേണം. അന്ന് എ സി ഇല്ല. അന്നത്തെ വീടോ ഇന്നത്തെ വീട്, അന്നുണ്ടായിരുന്ന വസ്ത്രം ഇന്നത്തെ വസ്ത്രം, അന്നത്തെ വാഹനം ഇന്നത്തെ വാഹനം. സഞ്ചാരം എന്നുള്ളത് മനുഷ്യന് ഏത് കാലത്തും ഉള്ളതാണ്. അന്നത്തെ വാഹനം ഇന്നത്തെ വാഹനങ്ങൾ ആലോചിച്ചപ്പോൾ ഒന്ന് മൃഗങ്ങളുടെ പുറത്താണ്. മനുഷ്യന് സ്പീഡ് പോരാ, സ്പീഡ് കൂട്ടാനുള്ള പണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. താമസ സൗകര്യങ്ങളും അങ്ങനെ, ഭക്ഷണ രീതി അങ്ങനെ തന്നെയാണ്. അന്ന് അധികം പ്രകൃതിദത്തമായ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡായിരിക്കും അവരധികം കഴിച്ചിട്ടുള്ളത്, അല്ലേ? അതുകൊണ്ടന്ന് രോഗങ്ങൾ കുറവായിരുന്നിരിക്കണം. നമ്മുടെ ജീവിതശൈലിയാണല്ലോ നമ്മുടെ രോഗങ്ങളിലേക്ക് തള്ളിവിടുന്നത്. മെയിനായിട്ട് അതിലുള്ള എന്താണ്? ഭക്ഷണ രീതികളാണ്. നമ്മുടെ അങ്ങാടികളിൽ, ടൗണുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ ഈ ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ, ഹോട്ടലുകളും ഇതേപോലുള്ള സംഗതികളൊക്കെ ഇങ്ങനെ പെരുകുന്നതിനനുസരിച്ച് അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും? മെഡിക്കൽ ഷോപ്പും ഉണ്ടാവും. ഒരു ടൗൺ എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ മതി. ഭക്ഷണം കഴിക്കാൻ എത്ര കേന്ദ്രങ്ങളുണ്ട്, അതിൽ കുറയാത്തത്ര മെഡിക്കൽ ഷോപ്പുകളുണ്ടാവും. അതിലൂടെയാണ് മനുഷ്യന്മാർക്ക് അധികം രോഗം ഉണ്ടാകുക. ആദ്യകാലത്തൊന്നും അങ്ങനെയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വസ്ത്രം, വസ്ത്രം ഏത് കാലത്തും വസ്ത്രം മനുഷ്യൻ ധരിച്ചിട്ടുണ്ട്. മനുഷ്യന് ആദ്യം വസ്ത്രം ധരിച്ചത് സ്വർഗത്തിലെ ഈ ഇലകളാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിരുന്നു, അല്ലേ? നഗ്നത വെളിപ്പെട്ട് നാണമുണ്ടായപ്പോഴാണ് വസ്ത്രം ധരിക്കാൻ മനുഷ്യൻ തുടങ്ങിയത്. വസ്ത്രം ആകെ മാറി. എല്ലാം ഇന്നാണെങ്കിലൊക്കെ AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇനിയും അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയാണ് മനുഷ്യൻ. ഭൗതിക കാര്യങ്ങളിലൊക്കെ മാറ്റമുണ്ടായാലും അവർക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ ആത്മീയമായ കാര്യങ്ങളെന്നും ഒന്നാണ്. ആത്മീയമായ കാര്യങ്ങളെന്നും ഒന്നാണ്, അടിസ്ഥാനപരമായ. അത് ഹുദയാണ്. അതാ ആദം നബി അലൈഹി സ്വലാമും ഹവ്വാ ബീവി ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞത്, ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ. എൻ്റെ സന്മാർഗം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അതിനെ പിന്തുടർന്നാൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ കൊടുത്തു. നൂഹ് നബിൻ്റെ കാലം, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓരോരോ പ്രവാചകന്മാരും ആ കാലഘട്ടത്തിൽ കൊടുക്കേണ്ട ഹുദ പഠിച്ചു അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ഹുദ വഹി മുഖേന, അമ്പിയാക്കൾ മുഖേനയാണ്. അവരൊക്കെ ആരെ അനുസരിച്ചിട്ടുണ്ട്? ഈ പ്രവാചകന്മാരെ അനുസരിച്ചവർ രക്ഷപ്പെട്ടു. ഹുദയെ പിൻപറ്റുക. ഹുദയില്ലെങ്കിൽ പിന്നെ അതേപോലുള്ള വേറൊരു സാധനം മനുഷ്യനുണ്ടാകും. അതിനാണ് ഹവ എന്ന് പറയുന്നത്. ഹുദ, ഹാ, ഹലാക്കിൻ്റെ ഹ, പിന്നെ ദാല്, പിന്നെ യ. ഹവ, ഹലാക്കിൻ്റെ ഹ, പിന്നെ വ, അതേപോലെ ഹുദ, ഹവ.
സന്മാർഗം ആര് പിന്തുടരുന്നില്ലയോ അവൻ പിന്നെ എന്തിനെങ്കിലും ഒന്ന് പിന്തുടരാതെക്കാൻ കഴിയില്ല മനുഷ്യന്. അവൻ പിന്നെ എന്തിനെ പിന്തുടരുക? ഹവ. ഹവ എന്ന് പറയാൻ എന്താ? തന്നിഷ്ടം, തന്നിഷ്ടങ്ങൾ, ദേഹേച്ഛ. അതിനെയാകുന്നു മനുഷ്യൻ പിന്തുടരുക എന്ന് പറയുന്നു. തന്നിഷ്ടത്തെ പിന്തുടർന്ന എന്തല്ല, പിന്നെ പിടുത്തം വിട്ടു. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു, സ്വന്തം തന്നിഷ്ടങ്ങളെ ഇലാഹാക്കി വച്ചവനെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓലെ ഇലാഹാരാണ്? വിചാരിച്ചിനൊക്കെ ആരാധിക്കുക. ദേഹേച്ഛകളെ, തന്നിഷ്ടങ്ങളെ ഇലാഹാക്കി വച്ചവരെ നീ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ ഹുദ അതാത് കാലങ്ങളിൽ, പിന്നെ അവസാനം വന്ന പ്രവാചകൻ, ഈ ആയത്തിലെ അവസാനം ഓദിച്ചല്ലോ, ഖുർആനെ പറ്റി പറയുന്നു കേട്ടോ. അവസാനം വന്ന പ്രവാചകനാണ് ആര്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് സമൂഹം അതിൻ്റെ വളർച്ചയുടെ പരിപൂർണതയിലെത്തിക്കഴിഞ്ഞു. മനുഷ്യ സമൂഹം പടിപടിയായിട്ടുള്ള, നമുക്ക് ഉയരം കുറവാണ്, ശാരീരിക ആകാര സൗഷ്ഠവും കുറച്ചൊക്കെ കമ്മിയാണ് എങ്കിലും ആരെ അപേക്ഷിച്ച്? ആദം നബി അലൈഹി സ്വലാമിൻ്റെ കാലമൊക്കെ അപേക്ഷിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരു മനുഷ്യൻ്റെ നീളം എത്രയായിരിക്കും? ഈ 6 അടി തന്നെയാ? എത്രയാണ്? ആദം നബിൻ്റെ നീളം എത്രയായിരുന്നു? ഇബ്നു കസീർ റഹിമഹുല്ലാ തൻ്റെ അൽ ബിദായ വ നിഹായ എന്ന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് ഹദീസ് ഉദ്ധരിച്ച് പറയുന്നുണ്ട്, വക്കാന തൂലുഹു സിത്തൂന ദിറാഅ. സിത്ത് 6 അടി നമുക്കുണ്ടല്ലോ അല്ലേ? സിത്തൂൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 60 മുഴമാണ് അവരുടെ അന്നത്തെ ഏകദേശം നീളം. 60 മുഴം എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഒരു മുഴം എത്രയാണ്? ഇതാണ് ഒരു മുഴം. 60 മുഴം. ആ വലുപ്പത്തിൽ നിന്നാണ് എത്രയിലേക്ക് നമ്മളിപ്പോൾ ചുരുങ്ങിയെത്തിയത്? 6 അടി. 60 മുഴം നീളമുള്ള ആ കാലഘട്ടത്തിലും 6 അടി നീളല്ല ഈ കാലഘട്ടത്തിലും മനുഷ്യന്മാർക്ക് അവർക്ക് മാർഗദർശനമായി വേണ്ടത് അള്ളാഹുവിൻ്റെ ഹുദ തന്നെ. ഭൗതിക സൗകര്യങ്ങൾ വ്യത്യസ്തമായി മാറി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളെ പേരക്കുട്ടികളും മക്കളും മക്കളും ഒക്കെ വരുന്ന ഇനിയൊരു തലമുറ ഉണ്ടാവുമല്ലോ അവിടെ. ഇനി ഉണ്ടാവില്ലേ? പെട്ടെന്നൊന്നും രോഗാവസാനം ഉണ്ടാവില്ല എന്നപ്പോൾ കണ്ടിട്ട് തോന്നുന്നു അല്ലേ? ഏതായാലും റസൂല് പറഞ്ഞ കുറേ അശ്രാത്തുകൾ ഉണ്ടല്ലോ, അതൊക്കെ സംഭവിക്കണല്ലോ. കുറേ സംഭവിച്ചു കഴിഞ്ഞു. നമുക്ക് ബേജാറില്ലാത്ത എന്താ? അതൊക്കെ ഉണ്ടാകണല്ലോ, എന്നാലല്ലേ എന്തുണ്ടാകുള്ളൂ? അന്ത്യത്തിന് ഇതിന്റെ അവസാനം വേണ്ടേ? അപ്പോൾ റസൂല് പറഞ്ഞൊക്കെ ഓരോന്നോരോന്നായി ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, അങ്ങനെ മനുഷ്യ സമൂഹം വളർന്നു, ബുദ്ധിപരമായി ഭൗതികമായി വളർന്നു. ഇനി ലോകാവസാനം വരെയുള്ള മനുഷ്യ സമൂഹത്തിന് എന്നെന്തും അവർക്ക് ഹുദ നൽകുന്ന, മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥത്തെ കൂടി അവസാനത്തെ പ്രവാചകന്റെ മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകി. അതാണെന്ത്? ഖുർആൻ. അതിൻ്റെ സംരക്ഷണ ഉത്തരവാദിത്വം അള്ളാഹു തന്നെ ഏറ്റെടുത്തു. പ്രവാചകന്മാരൊക്കെ മരിച്ചുപോകും. ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ മരിച്ചുപോയിട്ടുണ്ട്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ എന്ത് ചെയ്ത്? മരിച്ചുപോയി. അവർക്ക് കിട്ടിയ വേദഗ്രന്ഥങ്ങളിലൊക്കെ എന്തുണ്ടാക്കി? മനുഷ്യന്മാർ കൈകടത്തലുകൾ നടത്തി, കൂട്ടിമാട്ടലുകൾ നടത്തി, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അതിൽ വെട്ടിത്തിരുത്തലുകളൊക്കെ ഉണ്ടാക്കി. നബിന്റെ മുമ്പ് വന്ന 2 പ്രവാചകന്മാർ, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അവർക്ക് കിട്ടിയ വേദഗ്രന്ഥം തൗറാത്ത്, ഇഞ്ചീൽ, അതിൽ വന്ന മാറ്റത്തിരുത്തലുകളെ കുറിച്ച് അപ്പൊ സൂറ ബഖറ നമ്മൾ പഠിച്ചില്ലേ? സ്വന്തം കൈകൊണ്ട് വേദമെഴുതി ഉണ്ടാക്കിയവരെ നീ കാണുന്നില്ല റസൂലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഖുർആനെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. കാരണം അതിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ആരാ ഏറ്റെടുത്ത്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ മനസ്സിലാക്കുക, ഇസ്ലാം എന്ന ഈ ദീനിന്റെ ഫ്രെയിം അത് ആർക്കും തകർത്ത് കളയാൻ കഴിയാത്ത വിധം ഭദ്രമായി, അത് ആർക്കും തച്ചുടക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമായി
ഈ പ്രകാശം ആർക്കും ഊതിക്കെടുത്തിക്കളയാൻ കഴിയാത്ത വിധം ഇതിനെ കാത്തു സൂക്ഷിക്കുമാര് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം. അള്ളാഹുവിന്റെ വെളിച്ചം അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ അവർ ഉദ്ദേശിക്കുന്നു. പക്ഷേ പഠിച്ചോൻ അത് സമ്മതിക്കോ? യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. സത്യനിഷേധികൾക്ക് അനിഷ്ടമാണെങ്കിലും അള്ളാഹു ഈ സന്മാർഗത്തിന്റെ പ്രഭയും പ്രകാശവും അതിനെ പ്രോജ്വലിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഭാപൂരിതമായി നിലനിർത്തുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ഇത്രയും ആമുഖമായി ഞാൻ പറഞ്ഞ എന്താണെന്നോ, ഈ ഹുദയെ, അള്ളാഹുവിന്റെ കൽപ്പനയെ, ഈ വഹീനെ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത. അല്ലാത്തതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഫോളോ ചെയ്യേണ്ടതില്ല. ഈ വഹീ നമുക്ക് പ്രായോഗിക രൂപത്തിൽ മാതൃകയായി ജീവിച്ച് കാണിച്ചു തന്ന വ്യക്തിയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ റസൂലിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും നമ്മൾ അനുസരിക്കുക എന്നുള്ളത് ആരെ അനുസരിക്കുന്നതിന് തുല്യമാണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ റസൂലിന്റെ എല്ലാ കൽപ്പനകളും നമ്മൾ അനുസരിക്കണം. എന്തേലും മൗനോ? റസൂലിന്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കണം നമ്മള്. എന്നാ പറഞ്ഞ അവറ സാഹിബ് എല്ലാം അനുസരിക്കാന്നാ പറഞ്ഞ. റസൂലിന്റെ ദീനിന്റെ കാര്യത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ അത് നമുക്ക് അനുസരിക്കാം. അല്ലാത്ത ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രവാചകൻ പറഞ്ഞത് നല്ലതാണെങ്കിൽ എന്ത് ചെയ്യാം? അനുസരിക്കാം. അത് നല്ലതല്ലെങ്കിലോ നമ്മൾ അനുസരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇങ്ങനെ മദീനയിലൂടെ ഒരു ഈത്തപ്പനത്തോട്ടത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ അവിടെ ഈത്തപ്പന കർഷകരായ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എന്നോ, അന്നത്തെ അവരുടെ രീതി ഇന്നത്തെ രീതി അങ്ങനെ തന്നെ. കൂടുതൽ വിളവിൽ സമൃദ്ധിയും വർധനവും ഉണ്ടാകാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഈ പൂങ്കുലകൾ തമ്മിൽ പരാഗണം അവരുടെ വകയായി തന്നെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഈത്തപ്പന കർഷകർ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നും അത് ചെയ്യുന്നുണ്ട്. ഈ പൂങ്കുല അങ്ങാടികളിൽ ഇത് വിൽക്കാൻ വെക്കും, ഈ കാർഷിക ഏരിയകളിലൊക്കെ. സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പന തോട്ടങ്ങൾ, ഈത്തപ്പന കൃഷിയുള്ളത്. അൽ ഖസീം, അൽ ബുറൈദ എന്നൊക്കെ പറയുന്ന ഏരിയയിൽ. പിന്നെ മുന്തിയ ഈത്തപ്പനങ്ങളുള്ളത് ബീഷ പോലെയുള്ള ആ സ്ഥലങ്ങളാണ്. മദീനത്തുണ്ട് തോട്ടങ്ങൾ. അവിടെയൊക്കെ ചന്തയിൽ ഈത്തപ്പനന്റെ ഈ കൊല, നമ്മൾ തെങ്ങിന്റെ കൊലല്ലേ, അതേപോലെ ഈത്തപ്പനന്റെ കൊല അവിടെ വാങ്ങും. എന്തിനു വേണ്ടിയാണ്? ഈ പരാഗണം നടത്താൻ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ ഇവരിങ്ങനെ ചെയ്യുന്നത് കണ്ടു. അപ്പൊ എന്തിനാ നിങ്ങളത് ചെയ്യണത് എന്ന് ചോദിച്ചു. അത് നിങ്ങളിങ്ങനെ ചെയ്യലുണ്ട് റസൂലേ, ആ കൃഷിയിൽ വിളവ് കൂടുതൽ ഉണ്ടാകാൻ വേണ്ടി. അതങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അപ്പൊ അവർക്ക് തോന്നി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതി ആ കൊല്ലം അവരെന്ത് ചെയ്തില്ല, ഇങ്ങനെ പരാഗണ പ്രക്രിയ നടത്തിയില്ല. അപ്പൊ വിളവെടുപ്പ് സമയത്ത് വിളവ് കുറഞ്ഞു. ആ റസൂലിനോട് അവർ പറഞ്ഞു, റസൂലേ നിങ്ങൾ പറഞ്ഞല്ലോ അന്ന്, അപ്പൊ ഞങ്ങൾ സാധാരണ ചെയ്യണ പോലെ എന്ത് ചെയ്തില്ല, ഇങ്ങനെയുള്ള ഈ പൂങ്കുലകളെ കൊണ്ടുള്ള പരാഗണ പരിപാടി ഞങ്ങൾ നടത്തിയില്ല. അപ്പൊ റസൂല് പറഞ്ഞു, അത് നിങ്ങൾക്കല്ലേ എന്നെക്കാൾ കൂടുതൽ അറിയാം, നിങ്ങളല്ലേ കർഷകർ, ഞാൻ കർഷകനാണോ? ഇല്ല. ഞാൻ ഈ കാര്യങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്ന ആളാണോ? അല്ല. അപ്പൊ റസൂല് പറഞ്ഞിട്ടുണ്ട്, അൻതും അഅലമു ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകൾ ആരാണ്? നിങ്ങൾ തന്നെ. ആ വിഷയത്തിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണകരമായത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്വീകരിച്ചാൽ മതി. എൻ്റെ ഈ അഭിപ്രായം നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല. അപ്പൊ ദീനിന്റെ ഒരു കാര്യത്തിൽ പ്രവാചകനും അള്ളാഹുവും പറഞ്ഞൊരു കാര്യം ഒരിക്കലും നമുക്ക് അനുസരിക്കാതിരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ പാടില്ല. ദുനിയാവിന്റെ ഒരു കാര്യത്തിൽ ഏറ്റവും ഗുണകരം എന്താണോ അത് നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഉദാഹരണം, ബദർ, ഉഹുദ് യുദ്ധങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ബദർ യുദ്ധവേളയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും
ആദ്യമായി ബദറിന്റെ താഴ്വരയിൽ വന്ന് അവര് ടെൻ്റടിച്ചിരുന്ന ഒരു ഏരിയ ഉണ്ട്. റസൂൽ അവിടെ നമുക്ക് ടെൻ്റടിക്കാന്ന് പറഞ്ഞ അവിടെ അവര് ടെൻറ്റുകളൊക്കെ സംവിധാനിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു സഹാബി ഇങ്ങനെ ആ ബദറിന്റെ പരിസരമൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം തിരിച്ച് റസൂലിന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു, റസൂലെ ഇവിടെ തന്നെ ടെൻ്റടിക്കണം എന്നുള്ളത് അള്ളാഹിന്റെ കൽപ്പനയാണോ എന്നാ ചോദിക്കണം ആദ്യം കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ താമസിക്കണം എന്നുള്ളത് അള്ളാഹിന്റെ കൽപ്പന. റസൂലില്ല, ഞാൻ എനിക്ക് ഇങ്ങനെ തോന്നിയ സ്ഥലത്ത് ഞാൻ അങ്ങനെ ഇവിടെ നിങ്ങളൊക്കെ കൊണ്ട് ഇറങ്ങി ഇവിടെ താമസിക്കാണ്. എന്നാലേ ഇതിനേക്കാൾ പറ്റിയ നല്ലൊരു സ്ഥലം അപ്പുറത്തുണ്ട്, അവിടെ നമുക്ക് വെള്ളം കിട്ടും, മാത്രമല്ല ബദറിലേക്ക് ആര് വരുന്നതും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്, അതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് മാറാം, അതായിരിക്കും ഗുണകരം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതായത് സ്വീകരിക്കാം, അങ്ങോട്ട് മാറാമെന്ന് പറഞ്ഞു. അപ്പൊ ബദർ യുദ്ധത്തിന്റെ ഈ കാര്യത്തിൽ ഭൗതികമായി അവർക്ക് കൂടുതൽ സഹായകരമായൊരു അഭിപ്രായമായിരുന്നു ആ സഹാബി പറഞ്ഞിരുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ആരുടെ അഭിപ്രായമാണ് അവർ സ്വീകരിച്ചത്? നബി വരെ ആരുടെ അഭിപ്രായം സ്വീകരിച്ച്? ഈ സഹാബിയുടെ അഭിപ്രായം സ്വീകരിച്ചു. കാരണം അള്ളാന്റെ ഒരു കൽപ്പനയുള്ളത്, അള്ളാഹ് നിർദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ഇവിടെ തന്നെ ടെൻ്റടിക്കണം. അപ്പൊ എന്താ, അത് ഭൗതികമായ ദീനിന്റെ ഒരു സംഗതിയല്ല, അത് ഭൗതികമായ സൗകര്യങ്ങളുടെ ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായതും ഗുണപ്രദമായതും ഏറ്റവും നല്ലതും തിരഞ്ഞെടുക്കുന്നതിന് എന്തില്ല, വിരോധമുണ്ട്. അത് ദീനിന്റെ കാര്യങ്ങളിൽ. അപ്പൊ നോക്കൂ നിങ്ങൾ, പ്രവാചകരും ബിദ്അത്തായ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയതുണ്ടാണ് അല്ലേ, നബിന്റെ കാലത്ത് ദീനിലില്ലാത്തതും അതേപോലെ തന്നെ പിൽക്കാലത്ത് ജനങ്ങൾ ഇങ്ങനെ ദീനിലേക്ക് അഡീഷണലായി കൂട്ടിച്ചേർത്ത കാര്യങ്ങളുമാണ് എന്ത്, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, പുത്തൻ അനാചാരങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സംഗതികൾ. റസൂൽ പറഞ്ഞിട്ടുണ്ട്, മൻ അഹദസ ഫീ അംരിനാ ഹാദാ, വല്ലവനും നമ്മുടെ ഈ കാര്യത്തിൽ വല്ലതും പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ. ഫി അംരിനാ ഹാദാ എന്ന് പറഞ്ഞാൽ ഏത് കാര്യമാണ്? ഫി അംരിദ്ദീൻ, ഏതിന്റെ കാര്യം? ദീനിന്റെ കാര്യത്തിൽ വല്ലതും പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ, മാ ലൈസ മിൻഹു, ആ പുതുതായി ഉണ്ടാക്കുന്നത് ദീനിൽ പെട്ടതല്ലെങ്കിൽ ഫഹുവ റദ്ദ്, അതെന്ത് ചെയ്യണം? തള്ളിക്കളയണം, വിദേഹത്ത് തള്ളിക്കളയണം. റസൂലിന്റെ കാലത്തിൽ ഇതുണ്ടോ, ലൗഡ് സ്പീക്കർ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അവരുച്ചത്തിൽ ബാങ്ക് കൊടുക്കാനൊക്കെ നല്ല സൗണ്ടില്ല ആളെ തിരഞ്ഞെടുക്കാം. റസൂലിന്റെ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗം അതെല്ലാവരെയും കേൾപ്പിക്കാൻ വേണ്ടി നല്ല ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ടാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഭൗതിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, നമുക്ക് ഗുണകരമായിട്ട് ചെയ്യാം. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇത് മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്ന ബിദ്അത്താണെന്ന് പറയുന്ന ഒരു ടീമുണ്ട് ഇവിടെ, നിങ്ങൾക്കറിയാം? അറിയില്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുണ്ട്, സംസ്ഥാന കേരള ജമിയത്തുൽ. ഈ സംസ്ഥാന എന്ന് പറയുന്നത് ഈ ടീമാണ്. ഒരു ഇത് കൊടുക്കുന്നത് നബിന്റെ കാലത്ത് ഇതില്ലല്ലോ, അതുകൊണ്ട് ഇതെന്താണ്, ഇത് ദീനാണോ ദുനിയാവാണോ? ദീനിന്റെ കാര്യത്തിൽ പുതിയതായി ഉണ്ടാക്കിയ നമ്മളിത് അപ്പോഴല്ലേ ബിദ്അത്താകുള്ളൂ. ഇത് ദുനിയാവിന്റെ സംഗതിയല്ലേ. ആ പള്ളിയിൽ എന്തുണ്ടാവില്ല, ബാങ്ക് ഇതില്ല, ലൗഡ് സ്പീക്കർ ഇല്ല, അവിടെ മനുഷ്യന്മാരത് കേൾക്കൂല. അങ്ങനെയുള്ള പള്ളി നമ്മളവിടുത്ത് വണ്ടൂർ എന്ന സ്ഥലത്തുണ്ട്. ആ ഭാഗത്തുള്ള എല്ലാ ആളുകളെയും മറമാടാൻ കൊണ്ടുവരുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ മയ്യത്ത് നിസ്കാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന പള്ളിയാണ്. ആളുകളും കൂടിയാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഇതില്ല, ഉപയോഗിക്കൂല. ആളുകൾ പിന്നെ ഉച്ചത്തിൽ ഇങ്ങനെ മുബല്ലിഗ് ഇങ്ങനെ പറയേണ്ടി വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഉച്ചത്തിൽ പറയുന്ന രീതിയാണ്. അത് പറഞ്ഞ് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, വഹീകൾ, ദീനീയായ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ മുഖേന നമുക്ക് കിട്ടുന്നത് നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ അത് ആരനുസരിക്കലാണ്? അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കലുമാണ്. അല്ലാത്തതിലൊന്നും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഗുണകരമായ രീതിയിൽ ചെയ്യുന്നതിന് വിരോധമില്ല എന്നും കൂടി മനസ്സിലാക്കുക. അങ്ങനെ എത്രയോ സംഭവങ്ങളും ചരിത്രവും ഹദീസുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതൊന്ന് വായിച്ചു നോക്കൂ. മൻ യുതിഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്.
വല്ലവനും റസൂലിനെ അനുസരിച്ചാൽ തീർച്ചയായും അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. വമൻ തവല്ലാ, ഇനി വല്ലവനും അവരെ അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിലോ ഫമാ അർസൽനാക അലൈഹിം ഹഫീളാ, പ്രവാചകരെ ഒരിക്കലും അവരുടെ മേൽ ഒരു കാവൽക്കാരനായി താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരെ രക്ഷിക്കേണ്ട, അവർക്ക് കാവൽ നിൽക്കേണ്ട ബാധ്യതയൊന്നും ആർക്കില്ല? താങ്കൾക്കില്ല. അവർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക, ഇത് പഠിപ്പിച്ചു കൊടുക്കുക, ഈ ഒരു ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് മുഖാത്തിൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു നബിവചനം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹബ്ബനി ഫഖദ് അഹബ്ബല്ലാഹ്, എന്നെ വല്ലവനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അവൻ ആരെയാണ് ഇഷ്ടപ്പെട്ടത്? അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടും. വമൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ വല്ലവനും അനുസരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചതുപോലെയായി. ഫഖാലൽ മുനാഫിഖൂൻ, ഇത് കേട്ടപ്പോൾ മുനാഫിക്കീങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, അലാ തസ്മഊന ഇലാ മാ യഖൂലു ഹാദർ റജുൽ, ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ലഖദ് ഖാറഫ ശിർക, ശിർക്കിനെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണല്ലോ ചെയ്തത്. ഖദ് നഹാ അൻ തുഅബദ ഗൈറല്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കപ്പെടാൻ പാടില്ല എന്നാണ് അദ്ദേഹം വിലക്കിയത്. വയുരീദു അൻ നത്തഖിദഹു റബ്ബ, എന്നിട്ടോ ഇയാൾ ഒരു റബ്ബായി സ്വീകരിക്കണം എന്നും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട്. കമത്തഖദത്തിൻ നസാറ ഈസ എന്നാണ്, ക്രിസ്ത്യാനികൾ ഈസാ നബി അലൈഹി സ്വലാമിനെ സ്വീകരിച്ചതുപോലെ ഇനി മുഹമ്മദ് നബിയെ നമ്മളും സ്വീകരിക്കണം എന്നാണ് ഇയാൾ പറയുന്നത് എന്ന് ആരാ പറയാൻ തുടങ്ങിയത്? അൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ പറയാൻ തുടങ്ങി. ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതീർണമായത്. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ എന്നും ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലമായി കൊണ്ട് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് തഫ്സീറിലൊക്കെ. ശരിക്ക് നോക്കൂ നിങ്ങൾ, ബഹുദൈവ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായ ആളുകൾ ചെയ്യുന്ന ശിർക്കിനെ കുറിച്ച് അല്ലേ, ഇപ്പോൾ ക്രിസ്ത്യാനികളിലേക്കും ജൂതന്മാരിലേക്കും ഒക്കെ ചേർത്തിക്കൊണ്ടാണല്ലോ ഇവരെ സംസാരം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാഹ്, അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ തന്നെ അള്ളാഹുവിനെ കൂടാത്ത റബ്ബുകളാക്കി അവർ സ്വീകരിച്ചു, അർബാബുകളാക്കി സ്വീകരിച്ചു. അപ്പൊ അള്ളാഹുവിനെ കൂടാതെ അർബാബുകളാക്കി സ്വീകരിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നോ, ഫീമാ യുഹല്ലിലൂന വയുഹരിമൂന ബിത്വാഅതിഹിന്ന, ആ പണ്ഡിതന്മാരും പുരോഹിതന്മാരും പാതിരിമാരും ഒക്കെ ഹലാലാക്കുന്നത് അവർക്ക് ഹലാലാണ് എന്ന ധാരണയിൽ അവർ അതിനെ കണ്ടു, ഹറാമാക്കുന്നത് ഹറാമാണ് എന്ന ധാരണയിലും അവർ കണ്ടു. ശരിക്കും ഹലാലും ഹറാമും ആക്കാനുള്ള അധികാരം ദീനിൽ ആർക്കാണ്? അള്ളാഹുവിനല്ലേ. ഒരു കാര്യം ഹലാലാക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അത് ഹറാമാക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. സ്വന്തം ആർക്കും അത് ഹറാമാക്കാനുള്ള അധികാരമില്ല. ഹറാമാക്കാൻ അനുവദനീയമായൊരു കാര്യം കൂടിയും ഹറാമാക്കി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഇനി തേൻ കുടിക്കൂല എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരിക്കലും തേൻ കുടിക്കൂല എന്ന് പറഞ്ഞു. പത്നിമാരുടെ തൃപ്തിക്ക് വേണ്ടി എങ്ങനെ പറഞ്ഞാണ്? അവർക്കിടയിലുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിഹാരം എന്നുള്ള നിലക്കാണ് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞെന്താ, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക, നിങ്ങളുടെ പത്നിമാരുടെ പ്രീതി തേടാൻ വേണ്ടി അള്ളാഹു ഹലാലാക്കി തന്ന തേനെ എന്തിനാ നിങ്ങൾ ഹറാമാക്കണെന്നാണ്. നബി ശപഥം ചെയ്തു. ശപഥം ചെയ്തപ്പോൾ എന്ത് പറഞ്ഞു? ആ ശപഥത്തിന് പരിഹാരമായി 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്നുകിൽ നിങ്ങളൊരു അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം?
സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 3 നോമ്പ് കൊടുക്കണം. നബി അടിമയെ തന്നെ മോചിപ്പിച്ചത് അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോ ഈ ഹലാല് ഹറാമുകളിലൂടെയാണ് അവർ എന്ത് ചെയ്യുന്നത്? പുരോഹിതന്മാരെയും പാതിരിമാരെയും റബ്ബുകളാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇനി നോക്കൂ, വയഖൂലൂന ത്വാഅത്തുൻ ഫഇദാ ബറസൂ മിൻ ഇൻദിക ബയ്യത് ത്വാഇഫത്തും മിൻഹും ഗൈറല്ലദീ തഖൂൽ. വയഖൂലൂൻ, അവർ ഇങ്ങനെയും പറയുന്നുണ്ട്. ഈ വയഖൂലൂന യഖൂലൂന എന്ന് പറഞ്ഞ ആരാണിപ്പം? ഇവിടെ കപട വിശ്വാസികളെ കുറിച്ച് പറഞ്ഞല്ലേ? നേരത്തെ പറഞ്ഞല്ലോ യഖ്ശൗനൻ നാസ ഖശിയത്തില്ല എന്ന് പറഞ്ഞില്ലേ ഒരു കൂട്ടര്, അല്ലേ? യഖ്ശൗനൻ നാസക ഖശിയത്തില്ല, അള്ളാഹുവിനെ പേടിക്കുന്ന പോലെ അവർ ജനങ്ങളെയും പേടിക്കുന്നു. ദുർബല വിശ്വാസികളായ ആളുകളുടെ അവസ്ഥയാണ് ഇപ്പൊ ഇനി പറയുന്നത്. ദുർബല വിശ്വാസികളായ ആളുകൾ വയഖൂലൂന, അവർ പറയുന്നു, ത്വാഅ എന്ന് പറഞ്ഞാൽ എന്താ? അനുസരണം. അവർ പറയുന്നു അനുസരിക്കുന്നു എന്നുള്ളത്. വയഖൂലൂന ത്വാഅ, ഞങ്ങളും അനുസരിക്കുമെന്ന് അവർ പറയുന്നു. എന്നാലോ ഫൈദാ ബറസൂ മിൻ ഇൻദിക്, താങ്കളുടെ അരികിൽ നിന്നും അവർ പുറപ്പെട്ടു കഴിഞ്ഞാൽ, ബറസ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തു വന്നു. വൈദാ ബറസൂ മിൻ ഇൻദിക, താങ്കളുടെ അരികിൽ നിന്ന് അവര് പുറത്തേക്ക് വരികയാണെങ്കിൽ, ബയ്യത് ത്വാഇഫത്തും മിൻഹും, ബയ്യത്ത എന്നാണ് അതിന്റെ ആ വെർബ് കേട്ടോ. ബയ്യത്ത യുബയ്യിത്തു, ബയ്യത്ത യുബയ്യിത്തു. ബാത്ത എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി കഴിച്ചു കൂട്ടിയെന്നാണ്. ബാത്ത യബീത്തു, രാത്രി താമസിച്ചു, രാത്രി കഴിച്ചു കൂട്ടി. മുസ്ദലിഫയിൽ നമ്മൾ രാത്രി കഴിച്ചു കൂട്ടുന്നില്ലേ, അല്ലേ? എന്നാൽ മബീത്തു മുസ്ദലിഫ എന്നാ പറയാ. മുസ്ദലിഫയിൽ രാത്രി താമസിക്കാം. ബാത്ത എന്ന പദമാണ്, അതിൽ നിന്നാണ് ബയ്യത്ത വന്നത്. ബയ്യത്ത എന്ന് പറഞ്ഞാലോ രാത്രി ഗൂഢാലോചന നടത്തിയത്. ബാത്ത ബയ്യത്ത, ബയ്യത്ത ത്വാഇഫത്ത്, അതാണ് ബയ്യ. പാരായണം ചെയ്യുമ്പോൾ എങ്ങനെ വരണം? അവിടെ ഇദ്ഗാമുണ്ട്. ബയ്യത് ത്വാഇഫത്തും മിൻഹും, അവരിൽ നിന്നൊരു ത്വാഇഫ, ത്വാഇഫ ജമാഅ, ത്വാഇഫത്തുൻ ജമാഅത്തുൻ, ഒരു സംഘം എന്ത് ചെയ്യുന്നു? രാത്രി ഗൂഢാലോചന നടത്തുന്നു. എന്നിട്ട് അവർ പറയുന്നതോ ഗൈറല്ലദീ തഖൂൽ, കേട്ടോ, താങ്കൾ പറയാത്ത കാര്യങ്ങളെ, വാദങ്ങളായിരിക്കും അവര് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ്. അതോ ഈ ദുർബല വിശ്വാസികളായ ആളുകൾ നബിയുടെ സന്നിധിയിൽ വെച്ച് അവർ കുറെ നല്ല കാര്യങ്ങൾ പറയും, പിന്നെ അവർ നബിന്റെ സന്നിധിയിൽ നിന്ന് പോയാൽ വേറെ കുറെ കാര്യങ്ങൾ ആയിരിക്കും നബിയെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ പറയാം. ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഹും നാസുൻ യഖൂലൂന ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമന്നാ ബില്ലാഹി വറസൂലിഹി. ഈ വിഭാഗം എന്ന് പറഞ്ഞാൽ റസൂലിന്റെ അരികിൽ വെച്ച് ഞങ്ങൾ അല്ലാഹുവിലും അതേപോലെ തന്നെ റസൂലിലും ഒക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയെന്നോ? ലിയഅ്മനു അലാ ദിമാഇഹിം വ അംവാലിഹിം, അവരുടെ ജീവനും സ്വത്തും ഒക്കെ നിർഭയമായി സംരക്ഷിക്കപ്പെടാൻ വേണ്ടി റസൂലിന്റെ അടുത്ത് അവർ നല്ല വാക്കുകൾ പറയുന്നു. വൈദാ ബറസൂ മിൻ ഇൻദി റസൂലില്ല, എന്നാൽ റസൂലിന്റെ അരികിൽ നിന്ന് അവർ പുറത്തേക്ക് പോരുകയാണെങ്കിലോ ഖാലഫു അലാ ഗൈരി മാ ഖാലു ഇൻദഹു, റസൂലിന്റെ അരികിൽ നിന്ന് ഇപ്പൊ പറഞ്ഞ സംഗതി ഒന്നുമല്ല, വർത്താനം മാറും, വേറെ വർത്താനം അവര് പറയും. മറ്റുള്ള ആളുകളിലേക്ക് ചെല്ലുമ്പോൾ വർത്താനം മാറുന്നു. ഫഅതബഹുമുല്ലാഹു അലാ ദാലിക്, ഈ രീതിയെ അള്ളാഹു ആക്ഷേപിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു പരിപാടി പാടില്ല കേട്ടോ. വിശ്വാസികൾ പലതരക്കാരല്ലേ, അല്ലേ? നല്ല ദൃഢവിശ്വാസികൾ ഉണ്ടാകും, ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. ഈമാൻ എന്ത് ചെയ്യും? അല്ല, ഈമാൻ യസീദ് വയൻഖുസു, അത് കൂടും ചെയ്യും കുറയും ചെയ്യും. പല കാറ്റഗറിയിലുമാണ് എന്തുള്ളത്? ഈമാൻ. ദുർബല വിശ്വാസികൾ ഉണ്ടാകും, കപട വിശ്വാസികൾ ഉണ്ടാകും. എല്ലാവരും പാടെ കൂടിയതായിരിക്കും ഒരു സമൂഹം. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ ഈ ചെയ്തികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തുന്ന ആയത്താണത്. നിങ്ങളുടെ അരികിൽ നിന്ന് അവര് പോരുകയാണെങ്കിൽ, പുറത്തു പോയാല് ഒരു സംഘം ആളുകൾ രാത്രി ഗൂഢാലോചന നടത്തുന്നു നബിയെ, എന്നിട്ട്
നിങ്ങളുടെ അരികിൽ നിന്ന് പറയാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ അവർ പറയുക. എന്നാലോ വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ, അവർ ഈ ഗൂഢാലോചന നടത്തുന്ന കാര്യങ്ങളൊക്കെ ആര് രേഖപ്പെടുത്തുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ടെന്ന് അവർ അറിഞ്ഞോട്ടെ. കപട വിശ്വാസികളുടെ ആരാ മുനാഫിക്ക് എന്നുള്ളത് അവർക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യമാണോ? ഇല്ല. വഹീന്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. മുനാഫിക്കുകൾ ആരാണെന്ന് വരെ പേര് വരെ പറഞ്ഞു വന്നിട്ടില്ലേ? റസൂൽ ലിസ്റ്റ് വായിച്ചില്ലേ? മദീന പള്ളിയിൽ വെച്ച് ഫുലാൻ മുനാഫിഖ്, ഫുലാൻ മുനാഫിഖ് പേരിങ്ങനെ പറയണേ. അപ്പോഴാ അവരിങ്ങനെ നെട്ടുന്നത്. എങ്ങനെ നബിക്ക് അറിയണത്? വഹീന്റെ അടിസ്ഥാനത്തിലാണ്. സൂറൽ മുനാഫിഖൂൻ അല്ലേ? നോക്കൂ നിങ്ങൾ. അപ്പൊ നബിക്ക് അറിയില്ല, നബിൻ മനസ്സ് പിന്നെ ചുഴ്ന്നു നോക്കാനൊന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. അല്ലാഹ് ഈ ചില സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ നബിക്ക് ആ മെസ്സേജ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫഅരിളാൻഹും, അവരിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു കളയണം, അവരെ അവഗണിച്ചേക്കുക. ഫഅരിളാൻഹും, അവരെ നിങ്ങൾ അവഗണിച്ചേക്കുക. പിന്നെ എന്ത് വേണം? വതവക്കൽ അലല്ലാഹ്. അപ്പൊ ഏത് കാലത്തും മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെയുള്ള ടീമുകൾ ഉണ്ടാവും. ഇത് അന്നിറങ്ങിയ ആയത്താണ്, അന്നത്തെ സാഹചര്യം. ഇന്ന് നമുക്ക് വഹിയില്ല, പക്ഷേ ഈ കാര്യം നമുക്ക് സ്വീകരിക്കാം. എന്ത് ചെയ്യാ? ഇത്തരക്കാരായ ആളുകളെ അവരുടെ ചെയ്തികളിലൂടെ നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ ഫഅരിളാൻഹും വതവക്കൽ അലല്ലാഹ്, അവരെ അവഗണിച്ച് നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ്. എല്ലാ കാര്യങ്ങളിലും ഫി ജമീ ഉമൂരിക്, നിന്റെ ഏതേതൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിലൊക്കെ നീ അള്ളാഹുവിൽ പരമേൽപ്പിക്കണം. വകഫാ ബില്ലാഹി വകീല, നിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവനായി ആര് തന്നെ നിനക്ക് മതി? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. വകഫാ ബില്ലാഹി, നമ്മുടെ വക്കീലാരാണ്? കപിൽ സിബിലൊന്നല്ല, ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുമല്ലോ. കോടതിയിലൊക്കെ കേസ് ഫയൽ ചെയ്യുമ്പം ആരുണ്ടാവും കൂടെ? ഒരു വക്കീലുണ്ടാവും. നമ്മുടെ വക്കീൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വകഫാ ബില്ലാഹി വക്കീല, ഭരമേൽപ്പിക്കുന്നവനായി അള്ളാഹു തന്നെ താങ്കൾക്ക് മതിയായവനാകുന്നു. അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കുക എന്നാണ്. ഇനിയിപ്പോ നോക്ക്, ഈ ആയത്ത് ആദ്യം തുടങ്ങി വെച്ച് ഇതിന്റെ അവസാനം പഠിച്ചോൻ പറയുന്നത് നോക്കൂ. ആദ്യം മയ്യുത്തിൽ റസൂല ഫഖദ് അതാഅല്ലാഹ് എന്നല്ലേ പറഞ്ഞത് അല്ലേ? അതെന്താണ്? ദൈവിക സന്ദേശങ്ങളെ കുറിച്ചും ഹുദയെ കുറിച്ചുമാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം ഈ ലോകത്തിന് വേണ്ടി വന്ന ഹുദയാണ്, ദൈവിക മാർഗദർശനമാണെന്ത്? ഖുർആൻ. മനുഷ്യരെന്താ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് എന്നാ ഖുർആൻ ചോദിക്കുന്നു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ എന്നാണ്. അഫലാ യതദബ്ബറൂൻ, തദബ്ബറ യതദബ്ബറു എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിച്ചു, ഉറ്റാലോചിച്ചു എന്ന സീരിയസ് തിങ്കിങ് ആണ് കേട്ടോ. തദബ്ബറ എന്ന് പറഞ്ഞാലേ ഉറ്റാലോചിക്കുക, ഗൗരവപൂർവം ചിന്തിക്കുക, അതാണ് തദബ്ബുർ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അത്തദബ്ബുർ വത്തഅമ്മുൽ എന്നാണ് അർത്ഥം. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, ഈ ഗ്രന്ഥമെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റൊരു കേന്ദ്രത്തിൽ നിന്നായിരുന്നു വന്നതെങ്കിൽ, വലൗ കാന അതിൽ ഖുർആൻ അർത്ഥം, ഈ ഖുർആൻ ആയിരുന്നെങ്കിൽ, മിൻ ഇൻദി ഗൈരില്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ നിന്നല്ലായിരുന്നുവെങ്കിൽ, ലവജദൂ ഫീഹി, ആ ഖുർആനിൽ അവർ കാണുമായിരുന്നു. എന്ത് കാണുമായിരുന്നു? ഇഖ്തിലാഫൻ കസീറാ, ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കാണാമായിരുന്നു. ശരിക്കും റസൂല് മരിച്ചിട്ടും ഇവിടെ ഒരു മുഅ്ജിസത്ത് നിലനിൽക്കുന്നെങ്കിൽ അത് എല്ലാ അമ്പിയാക്കൾക്കും ഓരോരോ കാലഘട്ടത്തിനനുസരിച്ച മുഅ്ജിസത്ത് പടച്ചു കൊടുത്തിട്ടില്ലേ? അവർ മരിക്കുന്നതിനോടുകൂടി അതെന്തായി? ഇല്ലാതായി, ഫലശൂന്യമായി, നിഷ്പ്രഭമായി. മൂസാ നബിന്റെ വടി അതിപ്പോ കിട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ കടലിൽ അടിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും? നല്ല സുഖമായിരുന്നു
അല്ലേ? പാലൊന്നും ഉണ്ടാക്കണ്ട. വല്ല പാറക്കടിച്ചാൽ 12 അരുവികൾ പൊട്ടിയൊഴുകുന്ന സംഗതി ഉണ്ടാകുമോ? ഇല്ല. വല്ല മരണത്തോടു കൂടി അത് കഴിഞ്ഞു. പക്ഷേ ഒരൊറ്റ മുഅ്ജിസത്ത്, ഏറ്റവും വലിയൊരു മുഅ്ജിസത്താകുന്ന ഖുർആൻ, നബി മരിച്ചിട്ടും അതിൻ്റെ എല്ലാ അമാനുഷികതയും നിലനിൽക്കുന്ന വിധത്തിൽ ഇന്നും ലോകത്തിന്റെ മുമ്പിൽ അതുണ്ട് എന്നാണ്. അതുകൊണ്ട് അതിലൊരു വൈരുദ്ധ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല എന്ന്. ഖുർആനിന്റെ ഓരോ അവസ്ഥ എടുത്ത് നമുക്ക് ഈ കാര്യം പരിശോധിക്കാം. 23 വർഷകാലത്തിനുള്ളിലല്ലേ ഖുർആൻ അവതീർണമായത്, അല്ലേ? അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി, അവരുടെ സംശയങ്ങൾക്ക് നിവാരണമായി, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി, അവരുടെ ജീവിതത്തെ ഏറ്റവും ലളിതവും ആസ്വാദ്യകരവും ആനന്ദദായകവുമാക്കി തീർക്കാനുള്ള സാരോപദേശങ്ങളായി അവതീർണമായതാണെന്ത്? വിശുദ്ധ ഖുർആൻ. അതിൽ ഭാവിയെ കുറിച്ചുള്ള പ്രവചനം നടത്തിയിട്ടുണ്ട്. ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ആദ്യം ഇറങ്ങിയ 5 സൂക്തങ്ങളിൽ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ആ 5 ആയത്തുകളൊന്ന് ഓതി നോക്കി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ വായിച്ചു തുടങ്ങാനാണ് പറയുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന്. നോക്കൂ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നോക്കൂ, ആധുനിക ഭ്രൂണശാസ്ത്രം അതുപോലുള്ള സംഗതികളൊന്നും ഇത്ര വികസിച്ചിട്ടില്ല. അന്നാണത് പറയുന്നത്. അപ്പോൾ പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് സിക്താണ്ഡമായി, അതാണ് അംഷാജ് എന്ന് പറയുന്നത്. അല്ലാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി ഉമ്മാന്റെ വയറ്റിൽ ഒരു മനുഷ്യ കുഞ്ഞ് എത്ര കാല ഉണ്ടാകുന്നത്? ഗർഭകാലം എത്രയാ? അള്ളയല്ലേ മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്നത്. അള്ളാഹ് പറഞ്ഞ ഗർഭകാലം എത്രയാണ്? നിങ്ങൾക്ക് എന്താ പറയാത്ത? ഒരു മനുഷ്യ കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്ര കൊല്ലുണ്ടാകും? വലിയ വലിയ സംഗതികൾ വരുന്നുണ്ട്. ഇപ്പൊ ഘട്ടങ്ങൾ ആരാ പറഞ്ഞ്? ഈ കേരളത്തിലെ ഒരു വലിയൊരു സമുദായത്തിന്റെ യുവജന നേതാവ് ഇപ്പൊ പുതിയതായിട്ട് മുപ്പരെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഷെയ്ഖുനയുടെ മകനാ. എത്ര കൊല്ലം? 40 എന്ന് പറയാത്ത നന്നായി. താടിയും വീശൊക്കെ അവിടെ നിന്ന് പഠിച്ച് അവിടെ കൂടാന്നില്ല നിലക്ക്. ആ എന്തൊക്കെയാണ് പറയണത്? എന്താ പറയേണ്ടത്, പറയാൻ പാടില്ലത്, പറയാൻ പാടില്ലാത്തത്, ഇതൊക്കെ ദീനിലേക്ക് പറ്റെഴുതാണ്. ഇതാ ഇപ്പൊ ഇസ്ലാം, ഇതാ നിങ്ങളെ ഖുർആന്. മറ്റുള്ള ആളുകൾക്ക് ഈ ദീനിനോട് ഉച്ചത്തൊന്നുമില്ലേ, മതിപ്പില്ലാതെയാകൂലേ? ഇവരാ പറയണ. അപ്പൊ ആദ്യം തന്നെ പഠിച്ചോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ പറഞ്ഞു. പിന്നെ എത്ര സൂറത്തിലാണ് ഓരോന്റെ ഘട്ടങ്ങൾ, അല്ലേ? മുളകത്ത് ഇലാം കസൗനൽ ഇലാമ ലഹ്മ ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഘട്ടങ്ങളിലും മനുഷ്യന് തൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് അള്ളാഹ് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ കാലം പറഞ്ഞു തന്നു. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റാ എന്ന് സൂറ ഹക്കാഫിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒരു മനുഷ്യ കുഞ്ഞിന്റെ മുലകുടികാലവും അവന്റെ ഗർഭകാലവും ആകെ എത്ര മാസാണ്? 30 ശഹ്റാ. സലാസു എന്ന് പറഞ്ഞാൽ എത്രയാ? 30. ഷഹർ എന്ന് പറഞ്ഞാല് മാസം. അപ്പോ ശരിക്കും ഒരു കുഞ്ഞ് 6 മാസം പ്രായമെത്തിയ ഒരു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഇവിടെ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ആധുനിക സയൻസും പറയുന്നത്.
6 മാസം പ്രായത്തിയാൽ മതി. അപ്പൊ ഒരു മനുഷ്യ കുഞ്ഞിന്റെ ഏറ്റവും കുറഞ്ഞ കേട്ടോ, ഒരു കുഞ്ഞിന്റെ ഏറ്റവും കുറഞ്ഞ പ്രായമാണിത് ഏത്? 6 മാസം. മറ്റെത്രയാണ്? നമ്മൾ എത്രയാ പറയല്? 9, 10 മാസം അത്രയാണ്. കാരണം ഈ 30 മാസം എന്നിപ്പോ കണക്കാക്കിയത് എങ്ങനെയാ പഠിച്ചോണ്? മുലകുടി കാലം എത്രയാ പറയുന്നത്? വൽവാലിദാതു യുർളിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ യുരീദു അൻ യുതിമ്മ റളാഅ. പരിപൂർണമായി മുലയൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മാതാക്കൾ തൻ്റെ മക്കൾക്ക് ഹൗലൈനി കാമിലൈനി പരിപൂർണമായ 2 വർഷം മുലയൂട്ടട്ടെ. 2 വർഷം എത്ര മാസാണ്? 12 12 24. സലാസൂന ഷെഹർ എന്ന് പഠിച്ചോൻ പറഞ്ഞു അല്ലേ? അപ്പോൾ 30 നിന്ന് 24 മൈനസ് ചെയ്താൽ എത്രയാണ്? 6. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്തെ 2 വ്യക്തികൾ തമ്മിൽ, ഒരു ആണും പെണ്ണും കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഭാര്യ 6-ാം മാസം പ്രസവിച്ചു. 6-ാം മാസത്തിൽ ഭാര്യ പ്രസവിച്ചപ്പോൾ ഭർത്താവിന് സംശയമായി. 6-ാം മാസത്തിൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ ഭർത്താവിന് എന്ത് ചെയ്ത്? സംശയമായി. കോടതിയിൽ കേസ് തന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അവള് തെറ്റുകാരിയാണ് എന്ന് പറഞ്ഞു. ആര്? ഭാര്യ. അപ്പൊ ഇങ്ങനെ ഒരു വിധി നടന്നിട്ടുണ്ട് എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു. എങ്ങനെയാ ഇതിങ്ങനെ വിധിക്കുക ഉസ്മാൻ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ 6-ാമത്തെ മാസം എന്ത് ചെയ്യാം? ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കാം. ഈ ആയത്താണ് തെളിവ് ആയിട്ട് ഉദ്ധരിക്കുന്നത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹാ വഹംലുഹു വഫിസ്വാലുഹു 30 ശഹ്റാ. ഒരു കുഞ്ഞിന്റെ മുലകുടി കാലവും ഗർഭകാലവും എത്രയാണ്? 30 മാസമാണെന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാ സ്ത്രീ കുറ്റക്കാരിയാകുക, തെറ്റുകാരിയാവുക? വിധി മാറ്റി. ഖുർആൻ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇങ്ങനെ എല്ലാ ശാസ്ത്രീയമായ കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാര്യങ്ങൾ ഖുർആൻ പറയുന്നു. രാവും പകലും മാറി മാറി വരുന്നതിനെ പറ്റി പറയുന്നു. മഴയെപ്പറ്റി പറയുന്നു. കാറ്റടിക്കുന്നതിനെ പറ്റി പറയുന്നു. കാറ്റുകൾ പലതരം. മഴ മേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോരുന്ന കാറ്റുകളുണ്ട്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഈ പരാഗണ ബീജങ്ങളെയും വഹിച്ചു കൊണ്ട് പോരുന്ന കാറ്റുകളുണ്ട്. എന്തൊക്കെയാ ഖുർആനിൽ പറയുന്നത്? എത്ര മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ജീവികളെ കുറിച്ച് പറഞ്ഞു, സമുദ്രത്തിന്റെ ആഴക്കടലുകളെ കുറിച്ച് പറഞ്ഞു, അവിടെയുള്ള കൂരാകൂരിരുട്ടിനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ കാര്യമാണ് ഖുർആൻ സംസാരിക്കുന്നത്? ഇത് പഠിച്ചാൽ പോരെ മനുഷ്യന്? വലൂകാനമിൻ ഇൻദി ഗൈരില്ലാഹ്, ഇതെങ്ങാനും അല്ലാഹു അല്ലാത്ത മറ്റൊരാളിൽ നിന്നാണ് അവതരിച്ചിരുന്നതെങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർക്കതിൽ ധാരാളം ഇഖ്തിലാഫുകൾ കാണാമായിരുന്നു, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഒരു വൈരുദ്ധ്യം കണ്ടെത്താൻ കഴിയില്ല. ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങൾ പോലും എന്താണ്? അത്ര കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സൂറകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ നിത്യേന ഓതുന്ന ഒരു സൂറയാണ് ഏത്? ഒരു ദിവസം 17 തവണ ആവർത്തിച്ച് നമ്മൾ ഓതുന്ന, നിർബന്ധമായി ഓതുന്ന സൂറ ഏതാണ്? സൂറത്തുൽ ഫാത്തിഹ അല്ലേ? അതിൽ എത്ര ആയത്തുണ്ട് നമുക്കറിയാം. എത്ര ആയത്തുണ്ട്? 7. സബഉ മിനൽ മസാനി എന്നാ പറഞ്ഞത്. ആവർത്തിതങ്ങളായ സപ്തസൂക്തങ്ങളാണ് സബഉ മിനൽ മസാനി. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര കലിമത്തുകളുണ്ട്? കലിമ എന്ന് പറഞ്ഞാൽ ഓരോ വേർഡ്, വാക്കുകൾ. എത്ര വാക്കുകളുണ്ട്? 25 വാക്കുകളുണ്ട്, കലിമാത്തുകളുണ്ട്. പഠിച്ചോ കണക്കാക്കിയാണെങ്കിൽ 25. അൽഹംദു എന്നുള്ളൊരു കലിമത്താണ്. അൽഹംദു ലില്ലാഹി റബ്ബ് ആലമീൻ. അപ്പൊ ഒന്നാമത്തെ ആയത്തിൽ എത്രയായി? 4. നിങ്ങൾ എണ്ണി നോക്കി 25 ഇല്ല എന്ന് കേട്ടോ. കുറവുണ്ടെങ്കിൽ പറയണ്ടേ.
ആ സൂറത്തുൽ ഫാത്തിഹയിൽ 25 കലിമ ഉണ്ടാകണം എന്നുള്ള തീരുമാനിച്ചാണ്. അതിന് 7 ആയത്തുകൾ ഉണ്ടാകണം എന്ന് ആര് തീരുമാനിച്ചാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ക്രമീകരണം. സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? അങ്ങനെയൊന്നും ചോദിക്കണ്ട, നിങ്ങൾ ഓതിക്കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കണം. ആരെങ്കിലും ചോദിച്ചാലോ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഓതുന്നുണ്ട് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു 10-25 തവണ എന്ന് പറയില്ലേ? പറയും. നിർബന്ധമായിട്ട് എത്രയോ ചോദിച്ചാൽ എന്തായാലും 17 തവണ എന്ന് പറയും. അങ്ങനെ ഓതുന്ന സൂറത്തില് എത്ര ആയത്തുണ്ട്, എത്ര കലിമത്തുണ്ട്, എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയണ്ടേ? ആ സൂറത്തുൽ ഫാത്തിഹയില് ഖുർആനിൽ ആകെ എത്ര സൂറകളുണ്ട് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 114 -1, അതാണ് സൂറത്തുൽ ഫാത്തിഹയിലെ അക്ഷരങ്ങൾ. അപ്പൊ എത്രയായി? ഓർത്തു വെക്കാനെന്നോ നീ ആരും ചോദിച്ചാലും പറഞ്ഞു, നീ എണ്ണി വെക്കണ്ട കേട്ടോ, കുറവില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയണ്ടി. ആ 113 അക്ഷരങ്ങളാൽ, 25 കലിമത്തുകളാൽ, 7 ആയത്തുകളാൽ അള്ളാഹു എന്തിനെ രൂപപ്പെടുത്തി? സൂറ ഫാത്തിഹ. ഇനി ഓരോ ആയത്തിലും ഓരോ കലിമത്തിലും എങ്ങനെയാണ്, ഓരോ വാക്കുകളിലും എന്തുണ്ട്? ഈ ഇജാസ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വാവ് 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 ഒരു അക്ഷരല്ലേ? വാവ് ഹർഫിന്റെ ജറിന്റെ ഹർഫായിട്ട് വരുന്നുണ്ട്. ജറിന്റെ ഹർഫ് 20 എണ്ണം പറയുന്നുണ്ട് സൂറ ഇതിലൊക്കെ. അൽഫിയിലൊക്കെ ഒരു ഗ്രാമർ ഗ്രന്ഥാണ് ഇത്, അൽഫിയത്ത് ഇബ്നു മാലിക്. ഹക്കാ ഹുറൂഫൽ ജരി വഹിയ മിൻ ഇലാഹത്ത ഖലാഹ ശഅദ അൻഫി അല മുദ് മുൻദു റബ്ബല്ലാമു കൈ വാവുൻ വത വൽ കാഫ് വൽ ബാ വലഅല്ല വമത. എത്രയായി? 21 21 ജറിന്റെ ഹർഫുകളുണ്ട്. നമ്മൾ ബി ഇല മിൻ ഫി അല എന്നൊക്കെ പഠിച്ചു കൊടുക്കും. കുറച്ച് മതി. അപ്പോ അത്യാവശ്യത്തിന് മതി എന്നില്ല എനിക്ക്. കൂട്ടമ്മക്ക് അത്ര ഉള്ളിപ്പോ മതി തൽക്കാലം എന്ന് പറഞ്ഞില്ലേ? അതേമാതിരി കുറച്ചൊക്കെ നമ്മൾ അത്യാവശ്യത്തിന് പഠിച്ചു. ഇത് ഇത്ര എണ്ണ ഉണ്ട്. അപ്പൊ നോക്കൂ, അതിലൊരു വാവില്ലേ? വാവ് പലതരത്തിലുള്ള വാവുണ്ട്. വാവിന്റെ അത്ഭുതങ്ങൾ ഹർഫിന്റെ ജറിന്റെ ഹർഫായി വന്നിട്ടുണ്ട് എന്ന പോലെ തന്നെ വാവ് സമാനിയ എന്ന് പറഞ്ഞൊരു വാവുണ്ട്. സമാനിയ എന്ന് പറഞ്ഞാല് 7 കാര്യം പഠിച്ചവൻ വാവില്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് 8ാമത് പറയാൻ എന്ത് ചെയ്യുന്നു? വാവ് ഉപയോഗിക്കും. അതാണ് എന്ത്? വാവ് സമാനിയ. അതേപോലെ തന്നെ 7 എന്ന് പറഞ്ഞതിന് ശേഷം 8ാമത്തേതിനെ പറയാൻ എന്തുപയോഗിക്കുന്നു? വാവ് ഉപയോഗിക്കുന്നു. നരകത്തിന് എത്ര കവാടമുണ്ട്? അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല, കാരണം നമുക്കങ്ങ് പോകണ്ടല്ലോ അല്ലേ? ഒരാൾ ഉത്തരം പറഞ്ഞാണ് നരകത്തിന് ഇത്ര കവാടമുണ്ട് ചോദിച്ചാൽ അത് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല, നമുക്ക് അങ്ങോട്ടല്ലോ പോണ്ടേ, എന്നാ സ്വർഗത്തിന്റെ പറയാൻ. സ്വർഗത്തിന് എത്ര കവാടുണ്ട്? സ്വർഗത്തിന് 8 എണ്ണം ഉണ്ട്. നരകത്തിന് എത്ര ഉണ്ട്? 7 ഉള്ളു. അപ്പൊ ഇതൊക്കെ പറയുന്നിടത്തും ഖുർആൻ എന്ത് പറയുന്നുണ്ട്? ഈ അതൊന്ന് പഠിക്കാൻ വേണ്ടി ഈ ആയത്തിന്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളൊന്ന് ഇത് എഴുതി കൊടുക്കും. സൂറത്ത് തൗബയിലെ 112ാമത്തെ ആയത്തില് അത്തായിബൂനൽ ആബിദൂന അസ്സാജിദൂന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആയത്തുകളുണ്ട്. 7 സ്വഭാവം വിശ്വാസികളുടേത് പറഞ്ഞിട്ട് അള്ളാഹുവിടെ 8ാമത്തേത് പറയുമ്പോഴാണ് പിന്നെന്ത് ഉപയോഗിക്കുന്നത്? വാവ് ഉപയോഗിക്കുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? വാവു അസ്സമാനിയ. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, സൂറത്തുൽ കഹ്ഫില് സയഖൂലൂന സലാസത്തും റാബിഉഹും കൽബുഹും. അപ്പോ അസ്ഹാബുൽ കഹ്ഫ് എത്ര ആൾക്കാരാണ് എന്നുള്ളത് അവരിങ്ങനെ അഭിപ്രായം പറയാണ്. സയഖൂലൂന സലാസ, അസ്ഹാബുൽ കഹ്ഫ് 3 ആൾക്കാരാണ്. റാബിഉഹും കൽബുഹും, 4ാമത്തേത് ആരാണ്? ഒരു നായയാണ്. വയഖൂലൂന, എങ്ങനെയും അവർ പറയുന്നുണ്ട് ഖംസത്തുൻ സാദിസുഹും കൽബുഹും, 5 ആൾക്കാരാണ് അസ്ഹാബുൽ കഹ്ഫ്. 6ാമത്തേത് ആരാണ്? നായയാണ്. പിന്നെയോ അതൊക്കെ റജ്മൻ ബിൽ ഗൈബ്, അവരിങ്ങനെ ഗസ് അടിക്കുകയാണ്. ഉറപ്പുണ്ടവർക്ക്? ഇല്ല. നവയഖൂലൂന, അവർ പറയുന്നു സബ്അത്തുൻ, 7 എന്നും പറയുന്നു. അവിടെ നോക്കൂ നിങ്ങള്, വസാമിനുഹും കൽബുഹും, മറ്റൊടത്തൊന്നും വാവില്ല. ഇവിടെ എന്തെന്ന്? വാവ്. ഈ വാവിന്റെ പേരെന്താണ്? വാവ് സമാനിയ, 8നെ സൂചിപ്പിക്കാൻ പറയുന്ന വാവ്. ഇങ്ങനെ നോക്കൂ, ഓരോ അക്ഷരങ്ങൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് സമൂഹ ഗോത്രത്തെ നശിപ്പിച്ചെടുത്തപ്പം പറയുന്നുണ്ട്, കാറ്റടിച്ചിട്ടെന്ന് പറയുന്നില്ലേ,
സഖറഹാ അലൈഹിം സബ്അ ലയാലിൻ, പിന്നെയോ വസമാനിയത അയ്യാമിൻ ഹുസൂമാ, സബ്അ ലയാൽ 7 രാവുകൾ എന്ന് പറഞ്ഞു. പിന്നെയോ കാരണം എന്താ പിന്നെ പറയുന്നത് എത്രയാണ്? സമാനിയ. അപ്പൊ ആ വാവിന്റെ പേരെന്താണ്? വാവു സമാനിയ എന്നാണ്. അതേപോലെ തന്നെ സ്വർഗത്തെ കുറിച്ച് നരകത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സുമറില്. നരകത്തിന്റെ ആളുകൾ എങ്ങനെ കൊണ്ടുവരുമ്പോ അതിന്റെ കവാടങ്ങളൊക്കെ തുറന്നിടപ്പെടും എന്നാണ് പറയുന്നത്. സ്വർഗത്തിന്റെ പറയുമ്പോഴോ അവിടെ വാവ് വരാൻ കാരണം വാതില് തുറക്കപ്പെടുന്ന പറഞ്ഞാൽ ഏതിന്റെ വാതിലാണ്? അതെത്രയാണ്? 8. അതിനാണ് ഇവിടെ എന്ത് വന്നത്? അപ്പൊ വാ അവിടെ ഇവിടെ ഇങ്ങനെ കയറ്റി ഓതാനൊന്നും പറ്റൂല. കെട്ടക്കെട്ടൊരു വാ എന്ന് പറഞ്ഞ് പഠിച്ചോന്ന് ഇതൊക്കെ ഓരോ അർത്ഥവും ആശയവും വെച്ചുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങൾക്ക് പോലും അതിൻ്റെതായ ദൗത്യം നൽകിക്കൊണ്ട് അവതീർണമായ ഒരു ഗ്രന്ഥമാണെന്ത്. ഇതിനെക്കുറിച്ച് എന്താ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. സൂറത്ത് തഹ്രീമിലും ഉണ്ടല്ലോ. പിന്നെ ഭാര്യമാര് ഇങ്ങനെ നബിയെ വല്ലാതെ ഇതാക്കിയപ്പോ പിന്നെ അള്ളാഹ് പറഞ്ഞത്, അള്ളാഹ് നിങ്ങൾ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് മടങ്ങണം എന്നല്ലോ അല്ലേ? ഇൻ തതൂബ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അതാ നിങ്ങൾക്ക് ഗുണകരം. ഫഖദ് സഗത് ഖുലൂബുകുമാ, നിങ്ങളുടെ ഹൃദയം തെറ്റിലേക്ക് ചാഞ്ഞു പോകാറായിട്ടുണ്ട്. ഫഖദ് സഗത് ഖുലൂബുകുമാ വഇൻ തലാഹറ അലൈഹി, ആ പ്രവാചകനെതിരിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുകയാണെങ്കിലോ ഫഇന്നല്ലാഹ ഹുവ മൗലാഹു വ ജിബ്രീലു വസ്വാലിഹുൽ മുഅ്മിനീൻ വൽ മലായികത്തു ബഅദ ദാലിക ലഹിയ. എന്നിട്ട് പഠിച്ചോൻ പറയുന്നുണ്ട്, നിങ്ങളില്ലാത്ത വേറെ പെണ്ണുങ്ങളില്ല ഇവിടെ. നിങ്ങളല്ലാത്ത പെണ്ണുങ്ങൾ അല്ലാഹ് വേണമെങ്കിൽ നബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന, നിങ്ങളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അയ്യുബ്ദിലഹു, അല്ലാഹു ആ പ്രവാചകന് പകരമായി നൽകും. ആരെ? അസ്വാജ, ഇണകളെ. അയ്യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻ കുന്ന, നിങ്ങളെക്കാൾ ഉത്തമയായ. എങ്ങനെ? എന്നിട്ട് 8 സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. 8 സ്വഭാവങ്ങൾ. ഖൈറൻ മിൻ കുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ, അതിന്റെ അടിയിൽ വാവുണ്ടോ? മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സയ്യിബാത്തിൻ സായിഹാത്തിൻ വഅബ്കാറ. എത്രാമത്തേന വാവ് വന്നത്? നിങ്ങൾ 7ത്തിന് വാവ്. വഅബ്കാറ, ഈ വാവാണെന്ത്? വാവ് സമയം. ഇത് ഇത്രയും നമ്മൾ ഒരൊറ്റ അക്ഷരത്തിന്റെ കാര്യം പറഞ്ഞു. ഇനി എത്ര അക്ഷരങ്ങൾ ഇതിനെ പറ്റി ഇതേപോലെ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളെയും സൂക്തങ്ങളെയും കെലിമത്തുകളെയും അതിന്റെ അക്ഷരങ്ങളെയും പറ്റി ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവപൂർവ്വം ആലോചിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് അവൻ തൗഫീക്ക് നൽകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയ തെറ്റുകൾ നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. നിങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ അതിരും എതിരുമില്ലാത്ത കാരുണ്യവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.